നമസ്കാരം നക്ഷത്രാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പേപ്പർ ക്യാരി ബാഗ് മേക്കിങ്ങിനെ കുറിച്ചുള്ള ധാരാളം വീഡിയോസ് മുമ്പും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പലരും പല സമയങ്ങളിലായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മൾ ഗസറ്റ് മടക്കുമ്പോഴത്തേക്കും എപ്പോഴും സൈഡിലാണ് അതിൻ്റെ പേസ്റ്റ് വരുന്നത്, അതായത് ഒട്ടിക്കുന്നത് ഒരു സൈഡിലാണല്ലോ. അപ്പോൾ അതിൻ്റെ ഗസറ്റ് മടക്കുമ്പം നടുക്ക് ഭാഗത്തായിട്ടാണ്, ഗസറ്റിൻ്റെ നടുഭാഗത്തായിട്ടാണ് അതിൻ്റെ ഒട്ടീരി വരുന്നത്. അത് മാറ്റി നമുക്ക് എങ്ങനെ അത് സൈഡിലോട്ട് മാറ്റാം എന്നുള്ളൊരു കാര്യമാണ്. നോർമലി നമ്മൾ ബാഗ് മടക്കുമ്പോഴത്തേക്കും അങ്ങനെ വരത്തില്ല. അത് ഒന്ന് ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റി സൈഡിലോട്ടാക്കാനായിട്ട് സാധിക്കും. അത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മൾ ബാഗ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് പലതരത്തിലുള്ള മേക്കിങ്ങിൻ്റെ. ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ബാഗ് മേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ 1 ഇഞ്ചാണല്ലോ മടക്കുന്നത്. എന്നിട്ട് ഈ വശത്തുനിന്ന് നമ്മളിങ്ങനെ പേപ്പർ കൊണ്ടുവരുമ്പം 2 തരത്തിൽ നമ്മൾ ഒട്ടിക്കാറുണ്ട്. ഒന്നെങ്കിൽ നമുക്കിതിൻ്റെ മേളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാം, അല്ലെങ്കിൽ അകത്തൂടെ കയറ്റി ഇതിലൊന്ന് മുട്ടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കിവിടെ മടക്ക് കിട്ടും. അങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കാം. ഈ 2 തരത്തിൽ ഒട്ടിക്കാം. ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കുറേ ബാഗ്സ് ഉണ്ടെങ്കിൽ പശ തേക്കാൻ എളുപ്പവുമാണ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ഒട്ടിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒട്ടിക്കാൻ പോവുകയാണേ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്കിതുപോലെ ഒരു പെയിൻറ്റ് ബ്രഷ് പോലൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും പശയാകാതെ കുറേ ബാഗ്സൊക്കെ ഉണ്ടാക്കാനുള്ളപ്പം ഇതുപോലത്തെ ഒരു ചെറിയ ബ്രഷ് എപ്പോഴും ആവശ്യമാണ്. നമ്മൾ ഒരു 500 ബാഗൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബാഗും ഒരുപോലെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാദ്യം നമ്മളിങ്ങനെ ഒന്ന് ഒട്ടിക്കുന്നു. അപ്പം നമുക്ക് ഇതുപോലെ ട്യൂബ് പോലെ കിട്ടി. ഇനി നമ്മൾ ഗസറ്റ് സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിൽ നമ്മൾ ഗസറ്റ് മടക്കുന്നത് എപ്പോഴും എങ്ങനെയാണ്, ഗസറ്റിൻ്റെ വീതി എത്രയാണോ, ഗസറ്റ് എന്ന് പറഞ്ഞാൽ സൈഡ് വിഡ്ത്ത്, ഇതൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാണെങ്കിൽ മറ്റ് വീഡിയോസ് കണ്ടാൽ മതി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡീറ്റെയിലോട്ട് പോവാത്തത്. അപ്പോൾ ഇതൊരു 4 ഇഞ്ചാണ് നമ്മുടെ ഗസറ്റ് അല്ലെങ്കിൽ സൈഡ് വിഡ്ത്ത് എങ്കിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് 2 ഇഞ്ചാണല്ലോ മടക്കുന്നത്. ഇങ്ങനെ മടക്കുന്നു. അതിനുശേഷം ഇതിങ്ങനെ നിവർത്തി ഈ സൈഡിലോട്ട് വെച്ച് ഇപ്പുറത്തെ സൈഡിൽ ആ പാട് വീഴ്ത്തുന്നു. പിന്നെ ഈ 2ാമത്തെ മടക്കിൻ്റെ ഇവിടെ വെച്ച് വീണ്ടും മടക്കുന്നു. ഇങ്ങനെ പാട് വീഴ്ത്തുന്നു. അപ്പോൾ 2 വശത്തും നമുക്ക് ഗസറ്റ് ഒരുപോലെ കിട്ടുന്നു. എന്നിട്ട് നമ്മളിത് ഈ നടുക്കത്തെ ഭാഗം അകത്തോട്ട് മടക്കി ഗസറ്റ് ഇങ്ങനെ ആക്കിയെടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. എല്ലാ ബാഗ്സും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സംഭവം നോക്കൂ, ഇതിൻ്റെ ഈ ഒട്ടീര് നേരത്തെ നമ്മൾ ഒട്ടിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ അകത്തോട്ട് മടക്കി വെച്ചപ്പോഴത്തേക്കാണ് ഇങ്ങനെ വന്നത്. മേളിൽ കൂടെ ഒട്ടിക്കുവാണെങ്കിൽ ആ ഒട്ടീര് കറക്റ്റ് ഈ നടുക്ക് ഭാഗത്താണ് വരുന്നത്. ഒന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചാൽ കുറച്ചും കൂടെ വൃത്തിക്ക് നിൽക്കും. അതല്ല ഈ സൈഡിൽ കറക്റ്റ് ഈ സൈഡിൽ തന്നെ ഒട്ടീര് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ കുറച്ചും കൂടെ നീങ്ങി ഒട്ടീര് വരണം എന്നുണ്ടെങ്കിൽ അതിനും പല രീതികളുണ്ട്. അതിലൊരു മെത്തേഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, എന്തിനാണ് ഇങ്ങനെ സൈഡിൽ അങ്ങനെ ഒട്ടീര് വരുന്നത്, അങ്ങനെ വന്നുകൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രിൻറ്റഡ് ബാഗ്സിനാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം പ്രിൻറ്റിങ് വരുമ്പം പല ബാഗിനും ഇങ്ങനെ സൈഡിൽ പ്രിൻറ്റിങ് വരണം. സൈഡിൽ അവരുടെ ഷോപ്പിൻ്റെ പേരൊക്കെ നമ്മളിങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻസൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ബാഗ് ഒട്ടിക്കുമ്പോൾ ആ ഡിസൈൻ കറക്റ്റായിട്ട് അതിൻ്റെ പെർഫെക്ഷനിൽ വരാൻ വേണ്ടിയിട്ടുമാണ് ഈ സൈഡിലത്തെ ഒട്ടീര് ഈ കറക്റ്റ് എൻഡിൽ വരുന്ന എഡ്ജിൽ വരുന്ന രീതിയിൽ വെച്ചാൽ നമ്മുടെ ഡിസൈനിനൊരു പെർഫെക്ഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ പ്രിൻറ്റഡ് ബാഗ്സിന് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് നമുക്കുണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ഈ ഫസ്റ്റ് ഫോൾഡിങ് ചെയ്തല്ലോ, ഫസ്റ്റ് ഫോൾഡിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം, എത്രയാണോ ഗസറ്റ് നമുക്ക് വരുന്നത്, ഇപ്പോൾ 4 ഇഞ്ചാണ് ഗസറ്റെങ്കിൽ ആ 4 ഇഞ്ച് ഇവിടം തൊട്ട് ഈ ഫസ്റ്റ് 1 ഇഞ്ച് കഴിഞ്ഞിട്ട് വീണ്ടും 4 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി അളവെടുത്ത് നമ്മൾ വീണ്ടും ഒരു
മാർക്ക് ചെയ്യുന്നു, ഒന്നും കൂടി മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഇത്രയും ഇത് ടോട്ടൽ ഗസറ്റിൻ്റെ വീതിയാണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് ടോട്ടൽ ഗസറ്റിൻ്റെ വീതിയാണ്. 1 ഇഞ്ച് നമുക്ക് ഒട്ടിക്കാനുള്ളതാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതേപോലെ ഇനി വേറൊരു പേപ്പർ നമുക്ക് എല്ലാ ബാഗും ഒരുപോലെ ചെയ്യണമല്ലോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ മേളിൽ വെച്ച് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് മടക്കുന്നു. വീണ്ടും അതേ പേപ്പറിൽ വെച്ചിട്ട് ഈ 4 ഇഞ്ചും മാർക്ക് ചെയ്ത് മടക്കുന്നു. അപ്പോൾ എല്ലാ ബാഗും ഒരുപോലെ നമുക്ക് മടക്ക് കിട്ടും. ഇത് മെഷീനിലൊന്നും കയറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് കൈവച്ച് തന്നെ ഈ മാർക്കിംഗ് എല്ലാം ചെയ്ത് മടക്കാവുന്നതാണ്. സ്കെയിലും വേണ്ട, പെൻസിലും വേണ്ട, ഒന്നും വേണ്ട. ഫസ്റ്റ് ആദ്യത്തെ പേപ്പർ എടുക്കുമ്പോൾ മാത്രം നമ്മൾ സ്കെയിൽ വെച്ച് അളന്ന് മാർക്ക് ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഇതേപോലെ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നേരത്തെ ഞാൻ കാണിച്ചത് ഇങ്ങനെ അകത്തോട്ട് വെച്ച് മടക്കുന്നതാണ്. അപ്പം പ്ലെയിൻ ക്യാരി ബാഗ്സ് ചെയ്യുമ്പം അങ്ങനെ ഒരു വൃത്തി കിട്ടും. നമ്മൾ പ്രിൻറ്റഡ് ക്യാരി ബാഗ്സ് ചെയ്യുമ്പം ഇതുപോലെ ഒരു മടക്കും കൂടെ മടക്കിയിട്ട് ഈ ഒട്ടിയിൽ നമ്മളിതിൻ്റെ മേളിൽ തന്നെ വെക്കണം. മേളിൽ തന്നെ വെച്ച് ഒട്ടിക്കണം. അതങ്ങ് ഒട്ടിക്കാവേ. ഇപ്പം നമ്മൾ ഈ ഭാഗം ഒട്ടിച്ചപ്പം ഇത് ഈ സൈഡിൽ എഡ്ജിൽ തന്നെയാണ് ഇതിൻ്റെ ഒട്ടിരി വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ നമ്മൾ ഓൾറെഡി മടക്കിയ ഈ ഗസറ്റ് അവിടെ ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗസറ്റിൻ്റെ ഭാഗം വെച്ച് ഇങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ, ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു പാട് നമുക്ക് കിട്ടും. ഇപ്പം 2 വശത്തെയും ഗസറ്റിൻ്റെ വീതി ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ 2 വശത്തൊന്നും മടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇതാ ഇങ്ങനെ നമുക്ക് ബോക്സ് പോലെ കിട്ടി, ഗസറ്റ് കിട്ടി. ഇനി ചെയ്യേണ്ടത് ഈ ഭാഗം നമുക്ക് ആ നടുക്കത്തെ ആ ഒരു ഫോൾഡിങ് ഇതിലില്ലാന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ വെച്ചിട്ട് ഇത് രണ്ടും ഒരേപോലെ അങ്ങ് വെച്ചാൽ മതി. ഇതിൻ്റെ നടുവശം ഇങ്ങോട്ടാക്കിയിട്ട് ഇത് രണ്ടും ഒരേ അളവിലാക്കി വെച്ചിരുന്നാൽ മതി. രണ്ടും ഇവിടെ രണ്ടും സെയിം ആയിരിക്കണം. അങ്ങനെ വെച്ചിരുന്നാൽ കറക്റ്റായിട്ട് നമ്മുടെ ഗസറ്റ് വീണ്ടും കിട്ടും. അപ്പോൾ നമുക്കിതാ ഈ എഡ്ജിലാണ് നമ്മുടെ ഒട്ടീരി വരുന്നത്. എഡ്ജിൽ ഒട്ടീരി വരുന്നതുകൊണ്ട് തന്നെ ഇത് അറിയാനേ പറ്റില്ല. നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഡിസൈൻസ് എന്തെങ്കിലും നമ്മൾ പ്രിൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. മനസ്സിലായല്ലോ സംഭവം? ഇനി ഇത് വേറെ രീതിയിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ പ്രിൻറ്റഡ് ബാഗ് നോക്കൂ. ഇതിൻ്റെ സൈഡ് ഒട്ടിച്ചിരിക്കുന്നത് ഇവിടെയാണ്, എഡ്ജിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ തുമ്പത്താണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇതിനിവിടെ മാത്രമേ ഉള്ളൂ ഡിസൈൻ. പക്ഷേ ഡിസൈൻ ഉള്ള മറ്റു പല ബാഗ്സിൻ്റെയും ഞാൻ ഫോട്ടോസ് ഇട്ടേക്കാം. ഇപ്പോൾ അതിൻ്റെ ഒരു ബാഗ് എൻ്റെ കയ്യിലില്ല, ഫോട്ടോസ് ഉണ്ട്, അത് ഞാൻ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇവിടെ ഒരു പ്രശ്നം വരാതെ ക്ലിയറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈഡിൽ ഒട്ടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മറ്റു പല മെത്തേഡ്സിലും ഇത് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരു സാധാരണ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക, അത് നമ്മുടെ കറക്റ്റ് അളവിൽ, അതായത് നമ്മൾ 1 ഇഞ്ച് മടക്കി ഒട്ടിക്കാനുള്ള 1 ഇഞ്ചും അതേപോലെ തന്നെ നമ്മുടെ എത്രയാണോ ഗസറ്റ് വരുന്നത്, ഇപ്പോൾ 4 ഇഞ്ച് ആണെങ്കിൽ 4 ഇഞ്ച്, അപ്പോൾ 5 ഇഞ്ച്, ആ 5 ഇഞ്ച് വീതി വരുന്ന രീതിയിൽ നമുക്കൊരു കാർഡ്ബോർഡ് പീസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇത് എളുപ്പത്തിൽ മടക്കാൻ പറ്റും. ഓരോരോ ഷീറ്റ്സ് വെച്ച് മടക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ മെഷീനറിയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി മെത്തേഡിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റും. പെട്ടെന്നൊരു കുറച്ച് ബാഗ്സ് ഏറെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതുപോലെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതിൻ്റെ, ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് കട്ടിംഗ് മെഷീൻ ചെയ്തെടുക്കുന്നത്, ഒരു വലിയ റോൾ പേപ്പറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എങ്ങനെയാണ് വളരെ നിസ്സാരമായിട്ടൊരു കട്ടിംഗ് മെഷീൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ എല്ലാ ബാഗ്സും ഒരുപോലെ ചെയ്തെടുക്കാനായിട്ട് ഈസി ആയിട്ട് ഒരു ദിവസം തന്നെ 300 ബാഗൊക്കെ ഒറ്റ ഒരാൾക്കിരുന്ന് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത്തരത്തിൽ നമ്മൾ ഗം ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമ്മൾ ബാഗ് ഒട്ടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഡിസൈനിങ്ങിലും വ്യത്യാസം വരുന്നുണ്ട്. സാധാരണ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന രീതിയിലല്ല ഡിസൈൻ ചെയ്യുന്നത്, കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതായത് സൈഡിൽ നമുക്ക് ഡിസൈൻ വരുന്ന അല്ലെങ്കിൽ പേര് വരുന്ന രീതിയിൽ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് ആ മെഷർമെൻറ്റ് കൊടുത്ത് തന്നെ വേണം ചെയ്യിക്കാനായിട്ട്. 1 ഇഞ്ച് വിടുക, പിന്നീടുള്ള 4 ഇഞ്ച് നമ്മൾ മടക്കി ആ 4 ഇഞ്ചിന് ശേഷമാണ് അടുത്ത ഫേസ് വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് ലെവലിൽ പോയി നെക്സ്റ്റ് 4 ഇഞ്ച് എന്നുള്ളത് എഡ്ജിൽ വരും. ആ രീതിയിലാണ് അതിൻ്റെ ഡിസൈനിങ്ങും വരുന്നത്. അപ്പോൾ അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പം ജസ്റ്റ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ക്ലിയർ ആകത്തില്ല, പക്ഷേ മറ്റ് വീഡിയോസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും ക്ലിയർ ആയിട്ട് കാര്യം പിടികിട്ടും. ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ ഫോട്ടോസും കൂടെ ഇതിനകത്ത് ഇട്ടേക്കാം. ഓക്കെ, അതുപോലെ ഈ ഒരു ടാഗ്
ഈ ഒരു ടാഗ് എന്ന് പറയുന്നത് വെറൈറ്റി ആണ്. സാധാരണ ജ്വല്ലറീസിനൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ടാഗാണിത്. ഇത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് വീഡിയോസിലൊക്കെ. അപ്പോൾ ഇത് ക്ലിപ്ഡ് ഹാൻഡിൽ അല്ലെങ്കിൽ ടിപ്ഡ് ഹാൻഡിൽ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണിത്. നമുക്ക് ഈ ക്ലിപ്പ് ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇതിങ്ങനെ വലിച്ചു വെക്കാം. അപ്പോൾ വേറെ ഐലറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇപ്പോൾ ഐലറ്റ് ആരും വെക്കാറില്ല, അത് ഭയങ്കര ഓൾഡ് മെത്തേഡാണ്. അപ്പം ഒത്തിരി പണിയുള്ള പരിപാടിയാണ് ഈ ഐലറ്റ് വെക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹാൻഡിൽസ് യൂസ് ചെയ്യാം. പേപ്പർ ഹാൻഡിൽസാണ് ഇപ്പോൾ കൂടുതലും നമ്മൾ ബാക്കിയുള്ള ടെക്സ്റ്റൈൽ ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ജ്വല്ലറി ബാഗ്സ്, കുറച്ച് ഫാൻസി ടൈപ്പ് ബാഗ്സിന് മാത്രമാണ് ഇത്തരം ഹാൻഡിൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ബാക്കിയുള്ള വീഡിയോസും കാണുക. കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. എന്തെങ്കിലും കൂടുതൽ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ, ബാഗ് മേക്കിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ബിസിനസ് ചെയ്യുന്നത് എങ്ങനെ, അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള കോൺടാക്ട് നമ്പർ ഇവിടെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ ബാക്കി വീഡിയോസിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തേക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പേപ്പർ ക്യാരി ബാഗിൻ്റെ ട്രെയിനിങ് നൽകുന്നത് ഫ്രീ ആയിട്ടല്ല, ഫീസ് വാങ്ങിച്ചിട്ട് തന്നെയാണ്. ലോകത്താരും നൽകാത്ത രീതിയിൽ അത്രയും ചെറിയ ഫീസിൽ ലൈഫ് ടൈം ബിസിനസ് സപ്പോർട്ടാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും ചെറിയൊരു ഫീസിൽ വേറെ ആരെങ്കിലും ഇവിടെ നൽകുന്നുണ്ട്, ഇത്തരം ട്രെയിനിങ് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി പഠിച്ചോളൂ. നമ്മുടെ ആ ഒരു ട്രെയിനിങ്ങിൻ്റെ രീതിയും അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സും അനുഭവിക്കുന്ന ധാരാളം പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. 300+ മെമ്പേഴ്സ്, 300+ ഫാമിലീസ്, അവരോട് കൂടെ നിൽക്കുന്ന കുറേ ആളുകൾ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം 2000-ലധികം ആൾക്കാർ ഈ 2 വർഷം കൊണ്ട് നമ്മുടെ ഈ ഒരു മേഖലയിലേക്ക് വന്ന് അതിൻ്റെ ബെനിഫിറ്റ്സ് അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്കും അത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ജോയിൻ ചെയ്തോളൂ. ഫീസ് ഉണ്ട്, ഫീസ് ഇല്ല എന്നാരും വിചാരിക്കരുത്. ഫീസ് വാങ്ങിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ വളരെ ചെറിയൊരു ഫീസാണ്. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്, അതെല്ലാം ഓൺലൈൻ വഴിയാണ് കേട്ടോ, ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ആണ് പോകുന്നത്. പിന്നെ ഡയറക്റ്റായിട്ട് പഠിക്കാൻ താല്പര്യം ആണ്, ഓൺലൈൻ വേണ്ട എന്നുള്ളവർക്ക് നമ്മൾ ഡയറക്റ്റായിട്ടും ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ ഫീസ് വേറെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ കൊടുക്കുന്നു, ഒന്നെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.